Hey one and all, welcome to Shapna Shahruk's Magic English. ഇന്ന് നമ്മൾക്ക് ഒരു പുതിയ പാറ്റേൺ ആണ് പരിചയപ്പെടുന്നത്. കഴിഞ്ഞ സെഷനിൽ ഞാനതൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കേട്ടുവോ? കോമന്റ് ബോക്സിൽ നിങ്ങൾ കോമന്റ് ചെയ്തത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. അതുപോലെ സൂമിൽ കൃത്യമായിട്ട് കണക്ട് ആവാനും ശ്രദ്ധിക്കുക. കണക്ട് ആയവർ തന്നെ റെസ്പോണ്ട് ചെയ്യാനും ശ്രദ്ധിക്കുക. നമ്മൾ 2 വേർബ്സ് എടുത്തിട്ട് അതുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സെന്റൻസ് സ്ട്രക്ചേഴ്സ് ആണ് പരിചയപ്പെട്ടത്. അത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയും ചെയ്തു. അതിലൂടെ നിങ്ങൾ ഒത്തിരി സെന്റൻസ് സ്ട്രക്ചേഴ്സും മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ. ഇനി അതേ ഒരു ഫോർമാറ്റ് തന്നെയാണ് ഇന്നും നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന 2 വേർബ്സ് തന്നെയാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് അറിയാം. വായിക്കുക എന്നുള്ളതിന് റീഡ്, എഴുതുക റൈറ്റ്. ഈ 2 വേർബ്സ് വെച്ചിട്ടുള്ള സെന്റൻസ് സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ സെഷനിൽ, അതായത് തൊട്ട് മുമ്പത്തെ സെഷൻ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. യൂട്യൂബിൽ പ്ലേലിസ്റ്റിൽ ഉണ്ടാകും ലൈവ് സെഷന്റെ. അതൊന്ന് കണ്ടിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ലെറ്റ് മീ സ്റ്റാർട്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് റീഡ്, റൈറ്റ്, 2 വേർബ്സ്. നിങ്ങൾക്ക് അറിയാവുന്ന വേർബ്സ് ആണ് അല്ലെ. വായിക്കുക എന്നാണ് റീഡ്. വായിക്കൂ എന്ന് പറയാനും നമ്മൾക്ക് റീഡ് എന്ന് തന്നെ ഉപയോഗിക്കാം. വായിക്കൂ, വായിക്കൂന്നേ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് റീഡ് എന്ന് തന്നെ ഉപയോഗിക്കാം. അതുപോലെയാണ് റൈറ്റും. റൈറ്റ് എന്ന് വെച്ചാൽ എഴുതുക എന്നാണ്. എഴുതൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് റൈറ്റ്, എഴുതൂന്നേ റൈറ്റ് എന്ന് തന്നെ മതി. ഇനി ഇതൊന്ന് എഴുതൂ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റൈറ്റ്. ഇതൊന്ന് വായിക്കൂ എന്നാണെങ്കിൽ ജസ്റ്റ് റീഡ് അങ്ങനെ പറഞ്ഞാൽ മതി. ഇത് അത് എന്നൊക്കെ ഉള്ളതിന് നമുക്ക് ഇറ്റ് എന്ന് ഉപയോഗിക്കാം കേട്ടോ. അത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ആണ്, ഇത് എന്ന് പറഞ്ഞാൽ ദിസ് ആണ്. പക്ഷെ ഇത് അത് ഇതിന് രണ്ടിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറ്റ് എന്നുള്ള പ്രോനൗൺ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് 2 അർത്ഥവും കിട്ടും. ഒന്നുകിൽ നമുക്ക് ഇത് എന്നാണ് പറയേണ്ടതെങ്കിലും ഇറ്റ് ഉപയോഗിക്കാം, അത് എന്നാണെങ്കിലും ഇറ്റ് ഉപയോഗിക്കാം. അപ്പോ റീഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇത് വായിക്കൂ എന്നുള്ള അർത്ഥവുമുണ്ട്, അത് വായിക്കൂ എന്നുള്ള അർത്ഥവുമുണ്ട്. അതുപോലെ തന്നെയാണ് എഴുതൂ എന്ന് പറയുമ്പോഴത്തേക്ക് റൈറ്റ് ഇറ്റ്, ഇത് എഴുതൂ. അതുപോലെ റൈറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് എഴുതൂ, അങ്ങനെയും പറയാം. ഓക്കെ, ഇപ്പോ ഈ ഒരൊറ്റ മെയിൻ വേർബ് ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് എന്തോരം സെന്റൻസുകൾ പറയാമെന്ന് നോക്കാവേ. നീ എഴുതാറുണ്ടോ? നീ വായിക്കാറുണ്ടോ? നീ വായിച്ചോ? നീ വായിക്കോ? നിനക്ക് വായിക്കാൻ കഴിയോ? ഇതൊക്കെ നമ്മൾക്ക് സ്ഥിരമായിട്ട് അല്ലെ പറയേണ്ടി വരുന്നതാണ്. പക്ഷെ നമ്മൾ അത് എങ്ങനെ പറയാന്ന് കൺസേൺഡ് ആവുന്നുണ്ടോ? ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടോ? എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിക്കണ്ടോ? ഒന്നുമില്ല, വളരെ സിമ്പിളാ. സ്ട്രക്ചർ അങ്ങോട്ട് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ഉള്ളിൽ ആശയമുണ്ട്. വേർബ്, മെയിൻ വേർബും നിങ്ങൾക്കറിയാം. വായിക്കുക എന്നുള്ളതിന് റീഡ് എന്നാണെന്നും എഴുതുക എന്നുള്ളതിന് റൈറ്റ് എന്നാണെന്നും നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് നമുക്ക് ആകെ കൂടെ അറിയേണ്ടത് കുറച്ച് വാചക ഘടനകളാണ്. ഒരുപാടുണ്ട് കേട്ടോ. വാചക ഘടന എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു സെഷനിൽ പരിചയപ്പെടുത്തുന്നത് മാത്രമൊന്നുമല്ല, ഇനി ഒരുപാടുണ്ട്. പക്ഷെ ആവശ്യം വേണ്ടത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന, ആളുകളുടെ മുമ്പിൽ സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സ്ട്രക്ചേഴ്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. നിങ്ങൾ മൈക്ക് ഓൺ ചെയ്ത് സംസാരിച്ചാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട്. അപ്പോ നീ വായിക്കാറുണ്ടോ എന്നുള്ളൊരു അതൊരു ശീലാണല്ലോ. നീ വായിക്കാറുണ്ടോ? നിനക്കത് വായിക്കുന്ന ശീലം ഉണ്ടോ? അതുപോലെ നീ എഴുതാറുണ്ടോ? നിനക്കത് എഴുതുന്ന ശീലം ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കല്ലോ. അപ്പൊ ഈ ശീലം എന്നുള്ള വേർഡ് ഒന്നും പ്രത്യേകിച്ച് പറയണമെന്നില്ല. ഡു, DO എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താൽ നീ എന്നുള്ളതാണ്. അപ്പൊ ഡു യു, DOYOU, ഡു യു എന്ന് വെച്ചിട്ട് ചോദിച്ചാൽ മതി. ഇത് ചോദ്യമാണ്. നീ വായിക്കാറുണ്ടോ എന്നുള്ളതിന് ഡു യു റീഡ്. നീ എഴുതാറുണ്ടോ എന്നുള്ളതിന് ഡു യു റൈറ്റ്. ഇങ്ങനെ ചോദിക്കാം. അപ്പൊ നമുക്ക് എന്തറിഞ്ഞാൽ മതി? റീഡും റൈറ്റും നമുക്കറിയാം. പിന്നെ എന്താണ്? ചെയ്യാറുണ്ടോ, നിനക്ക് അങ്ങനെ ചെയ്യുന്ന പതിവുണ്ടോ എന്നുള്ള സംഗതിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ ഡു യു എന്ന് ചേർത്തത്. ക്ലിയർ ആയില്ലേ? ഡു യു റീഡ്, നീ വായിക്കാറുണ്ടോ? അതേപോലെ തന്നെ ഡു യു റൈറ്റ്, നീ എഴുതാറുണ്ടോ? അപ്പൊ അത് എന്തെന്നൊക്കെ, അത് ന്യൂസ് പേപ്പർ ആകാം. നിനക്ക് വായിക്കാം. ഡു യു റീഡ് ദ ന്യൂസ് പേപ്പർ? ഡു യു റൈറ്റ് ദ ഡയറി? ഡയറി എഴുതുന്ന പതിവ് നിനക്ക് ഉണ്ടോ എന്നുള്ളതിന് എന്താ നമ്മൾ ചോദിച്ചത്? ഡു യു റൈറ്റ് ദ ഡയറി? ഡു യു റീഡ് ദ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാല് നീ വായിക്കുന്ന ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരു പതിവ് നിനക്ക് ഉണ്ടോ എന്നാണ്. അപ്പൊ ഈ പതിവ് എന്നുള്ള വേർഡ് അല്ലെങ്കിൽ ശീലം എന്നുള്ളതൊന്നും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ബട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചോദിച്ചാൽ മതി. എപ്പോഴേ അതിന്റെ അർത്ഥം അതാകും കേട്ടോ. ഡു യു റീഡ്, നീ വായിക്കാറുണ്ടോ? ഡു യു റൈറ്റ്, നീ എഴുതാറുണ്ടോ? ക്ലിയർ അല്ലേ? ഇനി നമ്മൾക്ക് പാസ്റ്റിലെ കാര്യം, കഴിഞ്ഞു പോയത്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമ്മൾ എന്താ ചോദിക്കുക? അതായത് നീ വായിച്ചോ, വായിച്ചു കഴിഞ്ഞോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നീ എഴുതിയോ,
എഴുതിയോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കഴിഞ്ഞു, ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യം ചെയ്തോ എന്ന് നമ്മൾ അന്വേഷിക്കുകയാണ്, അല്ലെ? എൻക്വയറി ചെയ്യാണ്, അന്വേഷിക്കുകയാണ്. അപ്പൊ എങ്ങനെയാ ചോദിക്കുക? നീ വായിച്ചോ? ഡിഡ് യു റീഡ്? ഡിഡ് യു റീഡ്? നീ എഴുതിയോ എന്നാണെങ്കിൽ ഡിഡ് യു റൈറ്റ്? ഈ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെ നമുക്കൊന്ന് പറഞ്ഞേക്കാം. ഡിഡ് യു റീഡ് ദ ന്യൂസ് പേപ്പർ? നീ ന്യൂസ് പേപ്പർ വായിച്ചോ എന്നാണ്. വായിച്ചോ ചോദ്യമാണ് കേട്ടോ. ഡിഡ് യു റീഡ് ദ ന്യൂസ് പേപ്പർ? ഇനി ഡിഡ് യു റൈറ്റ് ദ ഡയറി? നീ ഡയറി എഴുതിയോ എന്നാണ് ചോദിക്കുന്നത്. ഡിഡ് യു റൈറ്റ് ദ ഡയറി? ഇപ്പൊ ന്യൂസ് പേപ്പറും ഡയറിയും മാത്രമൊന്നുമല്ല, എന്തും നമുക്ക് ചേർക്കാം, ഇതിന് മാച്ച് ആകുന്ന എന്തും ചേർക്കാം. എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങളുടെ കൈക്ക് ഞാൻ വിട്ടു തരുവാണ്. നിങ്ങൾക്ക് എന്തും അത് വലിയ സെന്റൻസ് ആക്കിയിട്ട് പറയാം, ചുരുക്കിയിട്ട് പറയാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യുന്നത് ഒരു വിഷയമല്ല. നമ്മൾ വിചാരിക്കുന്നത് ആദ്യം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പോയാൽ ഒന്നും നമ്മൾ പഠിക്കില്ല, പകുതിക്കിടും. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സൂം സെഷനിലൂടെ ഇങ്ങനെ കണക്ട് ആകുന്നത്, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരണത്. പ്രാക്ടീസ് ചെയ്യും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾ പക്ക പെർഫെക്റ്റ് ആകും. കുറച്ചധികം മുന്നോട്ടുള്ള സെഷൻസിൽ നമ്മൾ ഇതേ ഫോർമാറ്റ് ആണ് കീപ്പ് ചെയ്യുന്നത്. വേർബ്സ് മാത്രം ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കും, സെന്റൻസ് സ്ട്രക്ചേഴ്സ് സെയിം ആകും. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് പരിശീലിച്ചാൽ നിങ്ങൾ അടിപൊളിയായിട്ട് സംസാരിച്ച് തുടങ്ങും. പിന്നെ ബാക്കി നിങ്ങൾക്ക് ഞാനുണ്ട് കൂടെ, നമുക്ക് തുടർന്നും സെഷൻസ് വരും, നിങ്ങൾക്ക് കണക്ട് ആകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡു യു റീഡ്? നീ വായിക്കാറുണ്ടോ? ഡു യു റൈറ്റ്? നീ എഴുതാറുണ്ടോ? ഡിഡ് യു റീഡ്? നീ വായിച്ചോ? ഡിഡ് യു റൈറ്റ്? നീ എഴുതിയോ? ഇപ്പൊ എന്തായി? കഴിഞ്ഞ കാര്യമായി, പതിവുള്ള കാര്യമായി. ഇനി എന്താണ് വരാനിരിക്കുന്ന കാര്യം, അതായത് ഫ്യൂച്ചറിലേക്ക്, അല്ലെ? ഭാവിയിലേക്കുള്ള കാര്യം എങ്ങനെയാ പറയാ? അതായത് എങ്ങനെയാ മലയാളത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെയാ പറയാ? നീ വായിക്കുമോ? വായിച്ചിട്ടില്ല, അല്ലെ? വായിച്ചു കഴിഞ്ഞിട്ടും ഇല്ല, ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുകയല്ല. എന്താണ് സംഭവം? നീ വായിക്കുമോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. ചെയ്തു തരുമോ? അല്ലെങ്കിൽ നീ വായിക്കുമോ, നിനക്ക് വായിക്കാൻ പറ്റുമോ എന്നുള്ള സംഭവമാണ്. നീ വായിക്കുമോ? അതുപോലെ നീ എഴുതുമോ? ഇതൊക്കെ എന്താ ചോദിക്കുക? അത് ഫ്യൂച്ചർ ടെൻസ് ആണല്ലോ. ഫ്യൂച്ചറിനെ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന വേർഡ് ഏതാണ്? വില്ലാണ്. WILL, വിൽ. വിൽ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ആണെന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെ? അതല്ലെങ്കിൽ മനസ്സിലാകണം കേട്ടോ. വിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂച്ചർ ടെൻസിനെ സൂചിപ്പിക്കുന്ന പദമാണ് വിൽ. അപ്പൊ എങ്ങനെയായിരിക്കാം? ചോദ്യം ആകുമ്പോഴത്തേക്ക് ഈ വില്ലൊക്കെ ഫസ്റ്റിലേക്കാ കൊണ്ടുവരാം. അപ്പൊ നീ വായിക്കുമോ എന്നുള്ളതിന് എങ്ങനെയാണ്? വിൽ യു റീഡ്? സിമ്പിൾ അല്ലേ? ആ ഡൂം ഡിഡും മാറ്റിയിട്ട് നമ്മൾ എന്താക്കി? വില്ലാക്കി. വിൽ യു റീഡ്? നീ വായിക്കുമോ? അതുപോലെ തന്നെ നീ എഴുതുമോ എന്നുള്ളത് എങ്ങനെയായിരിക്കും? വിൽ യു റൈറ്റ്? വിൽ യു റീഡ്? നീ വായിക്കുമോ? വിൽ യു റൈറ്റ്? നീ എഴുതുമോ? ഇങ്ങനെയാണ് വരാം. ഇനി അടുത്തത്, നിനക്ക് വായിക്കാൻ കഴിയോ? നിനക്ക് എഴുതാൻ കഴിയോ? നിനക്ക് നമ്മൾ ചോദിക്കില്ലേ, നിനക്ക് എഴുതാൻ പറ്റുമോ, നിനക്ക് വായിക്കാൻ പറ്റുമോ, നിന്നെ കൊണ്ട് എഴുതാൻ സാധിക്കുമോ, നിന്നെ കൊണ്ട് വായിക്കാൻ സാധിക്കുമോ? ഈ സാധിക്കുക, കഴിയുക, പറ്റുക എന്നൊക്കെ ഉള്ളതിന് എന്താ വേർഡ്? നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ കിടപ്പുണ്ട്. എന്താണത്? ക്യാൻ, അല്ലെ? ക്യാൻ ആണ്, അല്ലെ? CAN, ക്യാൻ. അപ്പൊ ക്യാനിനെ ഫസ്റ്റ് കൊണ്ടുവന്നാ മതി. ഡു മാറ്റി, ഡിഡ് മാറ്റി, നമ്മൾ വില്ല് മാറ്റി, ഇനി നമ്മൾ എന്ത് വെക്കണോ? ക്യാൻ വെക്കണോ? അപ്പൊ എങ്ങനെയാണ്? നിനക്ക് വായിക്കാൻ കഴിയുമോ എന്നുള്ളതിന് ക്യാൻ യു റീഡ്? ക്യാൻ യു റീഡ്? നിനക്ക് വായിക്കാൻ കഴിയുമോ? അങ്ങനെയാണ് വരാം. ഇനി അതുപോലെ നിനക്ക് എഴുതാൻ കഴിയുമോ എന്നുള്ളതിന് ക്യാൻ യു റൈറ്റ്? ക്യാൻ യു റൈറ്റ്? അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ? ക്യാൻ യു റീഡ്? നിനക്ക് വായിക്കാൻ കഴിയുമോ? ക്യാൻ യു റൈറ്റ്? നിനക്ക് എഴുതാൻ കഴിയുമോ? ഇനി നമ്മൾ പെർമിഷൻ എടുക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ ഒരാളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഞാൻ വായിക്കട്ടെ, ഞാൻ എഴുതട്ടെ, ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കേണ്ടി വരുമല്ലോ, അല്ലെ? അതായത് നമ്മൾ പെർമിഷൻ എടുക്കേണ്ടി വരുവാണെങ്കിൽ എങ്ങനെയാ ചോദിക്കുക? പെർമിഷൻ നമുക്ക് പല വിധത്തിൽ ചോദിക്കാം. നമുക്ക് ഇന്ന് തൽക്കാലം രണ്ടെണ്ണം പഠിക്കാം. അത് രണ്ടും ഒരേ അർത്ഥമാണ്. അപ്പൊ നമുക്ക് ഏത് വേണമെങ്കിലും സൈമൾട്ടേനിയസ്ലി യൂസ് ചെയ്യാം. അതായത് ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇത് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് MAY, മേ ഐ, ക്യാപിറ്റൽ ലെറ്റർ ഐ ആണ്, മേ ഐ വെച്ചിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ലെറ്റ് മീ, LETME, ലെറ്റ് മീ വെച്ചിട്ട് ചോദിക്കാം. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ വായിക്കട്ടെ, ആ യു മാറിയിട്ടപ്പോ ഞാനായല്ലോ, നീ മാറിയിട്ട് ഞാനായി. അപ്പൊ എന്താണ്? ഞാനാണല്ലോ പെർമിഷൻ ചോദിക്കുന്ന ആള്. അപ്പൊ ഞാൻ ആ യു മാറ്റിയിട്ട് നമ്മൾ ഐ ആക്കിയിട്ടുണ്ടത് ശ്രദ്ധിക്കുക. മേ ഐ റീഡ്? സിമ്പിൾ അല്ലേ? മേ ഐ റീഡ്? ഞാൻ വായിക്കട്ടെ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും പറയാമെന്നറിയോ? ലെറ്റ് മീ റീഡ് എന്നും പറയാം. ഈ ടി ഉണ്ടല്ലോ, എഴുതുമ്പോൾ എഴുതണം, പറയുന്ന സമയത്ത് ടി ഒക്കെ സൈലന്റ് ആക്കിയിട്ട് ടി ഒന്നും കേൾക്കത്തില്ല. ലെമ്മി എന്ന് പറഞ്ഞാൽ മതിയാകും. ഒന്നുകിൽ നമുക്ക് മേ ഐ റീഡ്, ഞാൻ വായിക്കട്ടെ, അല്ലെങ്കിൽ ലെമ്മി റീഡ്, ഞാൻ വായിക്കട്ടെ. അങ്ങനെ ചോദിക്കുക. ഏത് ചോദിക്കാട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചോദിക്കുക, രണ്ടും ശരിയാണ്.
അതുപോലെ നമുക്ക് എഴുതുന്ന കാര്യമാണെങ്കിലോ, എഴുതുന്ന കാര്യമാണ് നമ്മൾ പെർമിഷൻ എടുക്കുന്നതെങ്കിൽ മേ ഐ റൈറ്റ്, ഞാൻ എഴുതട്ടെ, അല്ലെങ്കിൽ ലെറ്റ് മീ റൈറ്റ്, ഞാൻ എഴുതട്ടെ. മനസ്സിലായല്ലോ? മാറണ്ട. ഒന്നുകിൽ മേ ഐ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലെറ്റ് മീ ഉപയോഗിക്കാം. ലെറ്റ് മീ എഴുതും പറയുന്ന സമയത്ത് ടി കേൾക്കത്തില്ല, അപ്പൊ നമുക്ക് ലെമ്മി എന്നൊക്കെ പറഞ്ഞാൽ മതി, സിമ്പിൾ അല്ലേ? മേ ഐ റീഡ്, ഞാൻ വായിക്കട്ടെ. മേ ഐ റൈറ്റ്, ഞാൻ എഴുതട്ടെ. ലെറ്റ് മീ റീഡ്, ഞാൻ വായിക്കട്ടെ. ലെറ്റ് മീ റൈറ്റ്, ഞാൻ എഴുതട്ടെ. അങ്ങനെ വരും. അപ്പൊ പെർമിഷനും എടുത്തു. ഇനി ചെയ്യരുത്, നീ അത് ചെയ്യരുത്, നീ അത് ചെയ്യണ്ട, അല്ലെ? ചെയ്യല്ലേ, നീ അത് ചെയ്യല്ലേ, അല്ലെങ്കിൽ നീ അത് ചെയ്യണ്ട, നീ അത് ചെയ്യരുത് എന്നൊക്കെ പറയാനോ? ചെയ്യരുത് എന്നുള്ളത് നമുക്ക് ഒരുപാട് സിറ്റുവേഷനിൽ പറയേണ്ടി വരും. ഇപ്പൊ ഞാനൊരു 2 എക്സാമ്പിളെ പറയുന്നുള്ളെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് സിറ്റുവേഷനിൽ അത് ആവശ്യമുണ്ട്, അല്ലെ? പല കാര്യങ്ങളും അത് ചെയ്യല്ലേ, ഇത് ചെയ്യല്ലേ, അത് ചെയ്യരുത്. നമുക്ക് പിന്നെ എന്താ പറയാ, അപേക്ഷാസ്വരത്തിൽ നമ്മൾ അങ്ങനെ പറയണം, അതൊന്നും ചെയ്യല്ലേ, അങ്ങനെയൊന്നും ചെയ്യല്ലേ നീ, അല്ലെ? നീ അത് ചെയ്യരുത്, ചെയ്യണ്ട, അല്ലെ? വളരെ എന്താ പറയുന്നത്, കണിശമായിട്ട് നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ ചെയ്യല്ലേ, അല്ലെ? നമ്മുടെ ഒരു നിസ്സഹായാവസ്ഥ കൊണ്ടും നമ്മൾ അങ്ങനെ പറയാറുണ്ട്. പല സിറ്റുവേഷൻ ആണ്. അപ്പൊ ചെയ്യരുത് എന്നുള്ളതിന് ഡോണ്ട് ആണ് കേട്ടോ. DON'. ഡോണ്ട് എന്ന് പറഞ്ഞാൽ ചെയ്യരുത്. അപ്പൊ സിമ്പിൾ അല്ലേ? ഈ ഡോണ്ടിന് ഫസ്റ്റ് കൊടുത്താൽ മതി. വായിക്കരുത് എങ്ങനെ പറയാ? ഡോണ്ട് റീഡ്. എഴുതരുത്, ഡോണ്ട് റൈറ്റ്. ഇത്രയുള്ളൂ. ഡോണ്ട് റീഡ് വായിക്കരുത്, ഡോണ്ട് റൈറ്റ് എഴുതരുത്. അപ്പൊ നമ്മള് ക്യാൻ യു റീഡ് പറഞ്ഞില്ലേ? ക്യാൻ യു റീഡ്, എനിക്ക് വായിക്കാൻ, നിനക്ക് വായിക്കാൻ കഴിയോ? ക്യാൻ യു റൈറ്റ്, നിനക്ക് എഴുതാൻ കഴിയോ? ഇത് കഴിഞ്ഞു, നമ്മൾ പെർമിഷൻ എടുത്തു. ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇനി ഒരുപാട് സെന്റൻസ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. തൽക്കാലം നമുക്ക് 1-2 കൂടെ പറഞ്ഞിട്ട് ഈ ഒരു സീരീസ്, ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. എന്താണെന്നറിയോ? നമുക്ക് വായിക്കാം. അതായത് നമ്മളൊരു ടീമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുണ്ടാവും, അപ്പോഴാണല്ലേ നമ്മളാവുന്നത്. നമ്മൾ എന്ന് ഒറ്റയ്ക്ക് പറയുമ്പോൾ വി ആണ് കേട്ടോ, WE. പക്ഷെ നമ്മൾക്ക് ഇന്ന കാര്യം ചെയ്യാം എന്നുള്ളത് പറയുമ്പോഴത്തേക്ക് വി മാറിയിട്ട് അവിടെ അസ് ആകുന്നുണ്ട്, US. ഈ അസിനെ നമ്മൾ വീണ്ടും ചുരുക്കുന്നുണ്ട്. ലെറ്റ് അസ് ആണ് ലെറ്റ്സ് ആവുന്നത്. അതെങ്ങനെയാ? ടിയുടെ മേലെ അപ്പോസ്ട്രോഫി ഇട്ടിട്ടാണ് നമ്മൾ എസ് എഴുതുന്നത്. അപ്പൊ ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ മതി. ഇനി നമുക്ക് വായിക്കാം എന്നെങ്ങനെ പറയാം? നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ലെറ്റ്സ് റീഡ് എന്നാണ്. നമുക്ക് വായിക്കാം. നമുക്ക് എഴുതാം എന്നാണെങ്കിൽ ലെറ്റ്സ് റൈറ്റ് എന്നാണ്. നമുക്ക് എഴുതാം. ഇനി ഒരുമിച്ച് എന്നുള്ളതിനൊരു വേർഡ് ഉണ്ട്, ഒരുപാട് വേർഡ് ഉണ്ട്. അപ്പൊ നമുക്ക് മെയിൻലി ടുഗെദർ എന്ന് ഉപയോഗിക്കാം. TOGETHER, ടുഗെദർ, ഒരുമിച്ചതാണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് വായിക്കാം എന്ന് എങ്ങനെയാ പറയാ? ലെറ്റ്സ് റീഡ് ടുഗെദർ. നമുക്ക് ഒരുമിച്ച് എഴുതാം, ലെറ്റ്സ് റൈറ്റ് ടുഗെദർ. ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർമ്മ വരുമോ എന്ന് ചോദിച്ചാൽ ഓർമ്മ വരുന്നത് നമുക്ക് പറയാം. മിസ്റ്റേക്സ് വന്ന് ഞാൻ കറക്റ്റ് ചെയ്യാം. ഇസ് ദർ എനിബഡി റെഡി ഫോർ റെസ്പോണ്ടിങ്? ഐ ഹെൽപ്പ് യു. ഞാൻ മിസ്റ്റേക്സ് വരുവാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. മലയാളം പറയാം. നിങ്ങൾക്ക് സെന്റൻസ് സ്ട്രക്ചേഴ്സ് ഓർമ്മ വരുന്നുണ്ടോ എന്ന് നോക്കിയാലോ? ഇസ് ദർ എനിബഡി റെഡി ഫോർ റെസ്പോണ്ടിങ്? പ്ലീസ് ഓൺ ദ മൈക്ക് ആൻഡ് try to respond. If you didn't respond, I will say. ആരെങ്കിലും കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതെ കേൾക്കുന്തോറും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നും, പക്ഷെ പറയുമ്പോഴാണ് പറയാൻ പറ്റുന്നുണ്ടോ, ഉദ്ദേശിച്ചതും മനസ്സിലാക്കി വെച്ചതും കറക്റ്റ് ആണോ, മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ തിരുത്താനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ എപ്പോഴും റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ലിസൺ ചെയ്യുന്നത് പോലെ തന്നെയാണ്. അതിൽ കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ് സംസാരിക്കുക എന്നുള്ളത്. തെറ്റിച്ചാലും കുഴപ്പമില്ല, പറയാൻ റെഡി ആവാം. എന്നാലും ഞാനൊന്ന് റീക്യാപ്പ് ചെയ്യണം. അതിന് മുമ്പ് ആരെങ്കിലും പറയുന്നുണ്ടോ? ഓക്കെ, ഫൈൻ. സോ ഞാനൊന്ന് റീക്യാപ്പ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞുതരാമേ. എന്നിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. അടുത്ത സൺഡേ വരുന്ന സെഷനിൽ ഇതുപോലെ റീഡും റൈറ്റും മാറ്റിയിട്ട് മറ്റു 2 വേർബ്സ് തരും. അപ്പൊ നിരന്തരമുള്ള തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളിൽ ഇതേ ഒരു ഫോർമാറ്റ് ഇങ്ങനെ കീപ്പ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ, കേട്ടുപോയാലല്ല, പ്രാക്ടീസ് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത്രയും സെന്റൻസ് സ്ട്രക്ചേഴ്സ് നിങ്ങൾ പോലും അറിയാതെ ഉള്ളിലേക്ക് കയറും, കൃത്യമായിട്ട് കയറും. ഞാനൊന്ന് റീക്യാപ്പ് ചെയ്യാം. ഇന്ന് നമ്മൾ പറഞ്ഞത് റീഡും റൈറ്റും ആണ്. റീഡ് വായിക്കുക, റൈറ്റ് എഴുതുക. റീഡ് വായിക്കൂ, റൈറ്റ് എഴുതൂ, അങ്ങനെയും പറ്റും. ജസ്റ്റ് റീഡ്, ഒന്ന് വായിക്കൂന്നേ. ജസ്റ്റ് റീഡ്, ജസ്റ്റ് റൈറ്റ്, ഒന്ന് എഴുതൂന്നേ, അങ്ങനെയും പറ്റും അല്ലെ? പിന്നെയോ റീഡ് ഇറ്റ്, ഇത് വായിക്കൂ. റൈറ്റ് ഇറ്റ്, ഇത് എഴുതൂ, അങ്ങനെ. പിന്നെ എങ്ങനെയാണ് അടുത്തത് വരുന്നത്? ഡു യു റീഡ്, നീ വായിക്കാറുണ്ടോ? ഡു യു റൈറ്റ്, നീ
എഴുതാറുണ്ടോ? ഡിഡ് യു റീഡ്? നീ വായിച്ചോ? ഡിഡ് യു റൈറ്റ്? നീ എഴുതിയോ? അങ്ങനെയാണ്. പിന്നെ വരുന്നത് വിൽ യു റീഡ്? നീ വായിക്കുമോ? വിൽ യു റൈറ്റ്? നീ എഴുതുമോ? ഡോണ്ട് റീഡ്? നീ ഡോണ്ട് റീഡ്? വായിക്കരുത്. ഡോണ്ട് റൈറ്റ്? എഴുതരുത്. ക്യാൻ യു റീഡ്? നിനക്ക് വായിക്കാൻ കഴിയോ? ക്യാൻ യു റൈറ്റ്? നിനക്ക് എഴുതാൻ കഴിയുമോ? അങ്ങനെ വരും. പിന്നെ പെർമിഷൻ എടുക്കുന്നതാണെങ്കിൽ മേ ഐ റീഡ്? ഞാൻ വായിക്കട്ടെ. ഓർ ലെറ്റ് മീ റീഡ്? ഞാൻ വായിക്കട്ടെ. അങ്ങനെയും പറയാം. പിന്നെ മേ ഐ റൈറ്റ്? ഞാൻ എഴുതട്ടെ. ലെറ്റ് മീ റൈറ്റ്? ഞാൻ എഴുതട്ടെ. ഓക്കെ. ഇനി വരുന്നത് ലെറ്റ്സ് റീഡ്. നമ്മൾക്ക് വായിക്കാം. നമുക്ക് വായിക്കാം. ലെറ്റ്സ് റൈറ്റ്? നമുക്ക് എഴുതാം. ലെറ്റ്സ് റീഡ് ടുഗദർ? നമ്മൾക്ക് ഒരുമിച്ച് വായിക്കാം. ലെറ്റ്സ് റൈറ്റ് ടുഗദർ? നമുക്ക് ഒരുമിച്ച് എഴുതാം. ഇത്രയും സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എഴുതി നോക്കുക, പറഞ്ഞു നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണലി മെസ്സേജ് ചെയ്യാം. ഐ വിൽ ഹെൽപ്പ് യു. തീർച്ചയായിട്ടും നിങ്ങൾ സൂമിൽ കണക്ട് ആവുക. മൈക്ക് ഓൺ ചെയ്തിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. തെറ്റിച്ചാൽ ഒരു വിരോധമില്ല. മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാനാണ് ഞാൻ ഇവിടെ ഉള്ളത്. ഓക്കെ, നമ്മൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെ നമുക്ക് പോവാം. അതല്ലേ നല്ലത്? Is there anybody ready to break your ice? Okay. So, നമുക്ക് കൺക്ലൂഡ് ചെയ്യാമെന്ന് തോന്നുന്നു. ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണു. നെക്സ്റ്റ് സൺഡേ നമുക്ക് വീണ്ടും ഇതേ സമയത്ത് മീറ്റ് ചെയ്യാമെന്ന് തോന്നുന്നു. എല്ലാവരും കണക്ട് ആവുക. റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് എനിക്കും ഹാപ്പി ആവുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. കേട്ടോണ്ടിരുന്നാൽ ഞാൻ അറിയത്തില്ലല്ലോ. അപ്പോൾ എപ്പോഴും റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കോമന്റ് ബോക്സിൽ നിങ്ങൾ കോമന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ശ്രമിക്കാം. പഠിച്ച സെന്റൻസ് സ്ട്രക്ചേഴ്സ് ഒക്കെ ഒന്ന് ഏതൊക്കെയാന്നുള്ളത് അതും ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാലോ. അതുകൊണ്ടൊക്കെ വേണമെങ്കിൽ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് ഒന്ന് കോമന്റ് ബോക്സിൽ എഴുതി നോക്കാം. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് അടുത്ത സൺഡേ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ഗുഡ് നൈറ്റ്.